ഇനി നമ്മൾ നേരെ പോകുന്നത് അന്തർദേശീയ വാർത്തകളിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വഴങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. യുക്രൈനിലെ അപൂർവ ധാതു വിഭവങ്ങളുടെ ഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും യുക്രൈനും തമ്മിൽ ധാതു കരാറിൽ ധാരണയായെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്നാണ് ചേരുക. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. കിരൺ, എന്തായാലും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ധാതു കരാറിൽ ഒപ്പുവെക്കുന്നു യുക്രൈനും അമേരിക്കയും എന്നുള്ളതാണ്. ഈ കരാറിലേക്ക് എത്താൻ എന്ത് പൊടിക്കൈയാണ് ട്രംപ് സ്വീകരിച്ചത്? ഒപ്പം ഇന്ന് ആദ്യ ക്യാബിനറ്റ് യോഗമാണല്ലോ, എന്ത് പ്രതീക്ഷിക്കണം? ആര്യ, ഈ ഇത്തരമൊരു ധാതു ഖനനത്തിന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, അമേരിക്കയും യുക്രൈനും തമ്മിൽ കരാറിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലാണ്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ യുദ്ധം അവസാനിക്കുമെന്നും ആ യുദ്ധത്തിൽ ഒന്നുകിൽ സമാധാന കരാറോ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറോ നിലവിൽ വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കരാറിലേക്ക് നീങ്ങുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അമേരിക്ക ഇതുവരെയും ഏകപക്ഷ അല്ലെങ്കിൽ പൂർണ്ണ പിന്തുണയാണ് യുക്രൈൻ നൽകിക്കൊണ്ടിരുന്നെങ്കിൽ അത്തരമൊരു പിന്തുണയ്ക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം തന്നെ റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുതിനുമായും കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിലൊരു നിലപാട്, ചെറിയ തരത്തിൽ അമേരിക്ക നിലപാട് മാറ്റിയത്. അമേരിക്കയിലേക്ക് യുക്രൈനിലുള്ള ധാതു മണൽ ഖനനത്തിനുള്ള അനുമതി, ആ കരാർ ആദ്യം അത് പാടില്ല, അത് യുക്രൈൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ സാമ്പത്തികമായി നഷ്ടമാണ്. ആ കാരണത്താൽ ഈ കരാർ പൊളിച്ചെഴുതണം എന്നുള്ള ഒരു ശക്തമായ വാദത്തിലായിരുന്നു നിന്നിരുന്നത് സെലൻസ്കി. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യുക്രൈൻ്റെ പക്ഷത്ത് തന്നെ വീണ്ടും അമേരിക്ക ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ ഖനന കരാറിന് അനുമതി നൽകണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ട്രംപ് പോയത്. അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തിന് സ്വാഭാവികമായും യുക്രൈന് വഴങ്ങേണ്ടി വന്നു എന്ന് വേണം കണക്കാക്കാൻ. ഈ അമേരിക്ക പോലെ ഒരു രാജ്യം ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ വേദിയിൽ നിന്ന് യുക്രൈനുള്ള പിന്തുണ പിൻവലിച്ചാൽ സ്വാഭാവികമായും ആ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ, 3 വർഷമായി തുടരുന്ന യുദ്ധവുമായി മുന്നോട്ട് പോകാൻ യുക്രൈന് പ്രയാസമാവും. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആ യുദ്ധത്തിന് സമാധാനത്തിലേക്ക് നീങ്ങണം അല്ലെങ്കിൽ അമേരിക്കൻ പിന്തുണ ഉറപ്പാക്കണമെങ്കിൽ ഇത്തരമൊരു ഖനന കരാറിന് കൂടി അനുമതി നൽകണം എന്നുള്ള ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി കൂടിയാണ് ഇപ്പോൾ ഈ കരാറിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമായി മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ അടക്കം കാണുന്നത്, യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് ചർച്ച നടത്തിയത്. ഇമാനുവൽ മാക്രോൺ പറഞ്ഞത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ റഷ്യയുമായി ചർച്ച നടത്തണം, ആ ചർച്ചയ്ക്ക് ശേഷം അമേരിക്ക യുക്രൈനുമായി ചർച്ച നടത്തണം. അങ്ങനെ അമേരിക്കയുടെ ഒരു നേതൃത്വത്തിൽ വേണം ഇത്തരം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് വരാൻ. കാരണം 2014 ഇത്തരം ഒരു ഉടമ്പടി റഷ്യയുമായി ഈ യുദ്ധത്തിന് സമാധാന കരാറിന് ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. അന്ന് മാക്രോൺ അടക്കം ഈ ഉടമ്പടിക്ക് ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി തന്നെ അതിന് മുൻകൈ എടുത്ത ആളാണ്. പക്ഷേ ആ കരാർ പിന്നീട് റഷ്യ ലംഘിച്ചു. റഷ്യ അങ്ങനെ ഒരു കരാർ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒന്നുകിൽ യുക്രൈൻ സൈന്യത്തിന് ശക്തി വർദ്ധിപ്പിക്കണം, ആ ശക്തി വർദ്ധിപ്പിച്ചു നിർത്തണം, അല്ലെങ്കിൽ ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ സംയുക്തമായ ഒരു സേനാ വിന്യാസം യുദ്ധമുഖത്തല്ല എങ്കിൽ പോലും യുക്രൈനിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ കരാറിൽ നിന്ന് ഏതു സമയവും റഷ്യ പിൻവാങ്ങാമെന്നും കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നും മാക്രോൺ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സമാധാന കരാറിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ട്രംപ് ഉറപ്പിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് യുക്രൈനിലെ വലിയ ധാതു ഖനനത്തിന് അല്ലെങ്കിൽ ധാതു സമ്പത്തുള്ള രാജ്യം കൂടിയാണ്. പ്രധാനപ്പെട്ട പല ഏറ്റവും വില കൂടിയ ധാതുക്കളിൽ പലതും ഉള്ള രാജ്യം കൂടിയാണ് യുക്രൈൻ. ആ ധാതു ഖനനത്തിനുള്ള കരാർ, സംയുക്ത ഖനനത്തിനാണ് ഒരു കരാറിലേക്കാണ് അമേരിക്ക വെച്ചിരിക്കുന്നത്. ആ കരാറിന് കൂടി ഇപ്പോൾ യുക്രൈൻ അനുമതി നൽകാനുള്ള കരടിന് ഏകദേശം ധാരണയായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കിരൺ, ഒരു കാര്യം കൂടി, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഭരണത്തിൽ വന്നതിന് ശേഷം, 2ാം തവണ ഭരണത്തിൽ വന്നതിന് ശേഷം പല സുപ്രധാനപ്പെട്ട തിടുക്കപ്പെട്ട് പല നീക്കങ്ങളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും ഉത്തരവുകളിലേക്കും ഒക്കെ ട്രംപ് നീങ്ങുന്നതൊക്കെ കണ്ടു. ഇന്ന് ആദ്യത്തെ ക്യാബിനറ്റ് യോഗമാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ട്രംപ് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ അധികാരമേറ്റപ്പോൾ തന്നെ അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന ബൈഡൻ ഭരണകൂടത്തിൻ്റെ സുപ്രധാനമായ പല തീരുമാനങ്ങളും തിരുത്തിക്കൊണ്ടുള്ള ഉത്തരവുകൾ വന്നിരുന്നു. ചില ഉത്തരവുകളിലൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ട്രംപിന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. സാധാരണഗതിയിൽ സാവധാനത്തിൽ ഒരു ആലോചിച്ചെടുക്കേണ്ട പല തീരുമാനങ്ങളും ഏകപക്ഷീയമായി തന്നെ ട്രംപ് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. അത്തരം തീരുമാനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളെ ലോകത്താകമാനം
ഇന്ത്യക്കാരെ അടക്കം ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട ലോകത്ത് നടന്നുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഒന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട്, അതിനുശേഷം യുദ്ധത്തിന് ഒരു സമാധാന കരാർ ഉണ്ടാക്കുമ്പോഴും അവിടുത്തെ പുനർനിർമ്മാണ ചുമതല അമേരിക്ക ഏറ്റെടുക്കാനും ആ സ്ഥലം അമേരിക്ക ഏറ്റെടുക്കാനുമുള്ള അമേരിക്കയുടെ ശ്രമം, ഇവിടെ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്ക ധാതുമണൽ ഖനനത്തിന്, അമേരിക്ക സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുന്ന ഒരു ഖനനത്തിന് ഒരു കരാറിലേക്ക് നീങ്ങാനുള്ള തീരുമാനമെടുക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ, ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദമുണ്ടായത് US എയ്ഡുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അമേരിക്ക നൽകിയിരുന്ന എയ്ഡുകൾ നിർത്താൻ, സാമ്പത്തിക സഹായം നിർത്താനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ഈ കരാറിലടക്കം ട്രംപ് മുന്നോട്ട് വെച്ചത് യുക്രൈൻ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു യൂറോപ്പിൻ്റെ ഭാഗമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് വേണ്ടി പണം ചെലവഴിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. അത്തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് അവിടുത്തെ കാര്യക്ഷമതാ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഇമെയിൽ വഴി നൽകിയ നിർദ്ദേശം, ഒരാഴ്ച എന്ത് ചെയ്തു എന്ന് സംബന്ധിച്ച് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഇമെയിൽ സന്ദേശം അയക്കണം, അല്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കണക്കാക്കും. അത്തരം പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലും ക്യാബിനറ്റിന്റെ തീരുമാനം എന്തെന്ന് ഉറപ്പായും ഉണ്ടാവും. കിരൺ ബാബുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.